കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെ നമ്മളുടെ ശരീരം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് തടസ്സമുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടാണ്. നമ്മുടെ ശരീരം, നമ്മുടെ പിരിയഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് എന്താണ് ബുദ്ധിമുട്ടെന്ന് ഒരു പരിധി വരെ നമുക്ക് കാണിച്ചു തരും. നമുക്ക് പിരിയഡ്സ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇറഗുലാറായിട്ടുള്ള പീരിയഡ്സ്, മെൻസ്ട്രൽ ഫ്ലോ, ഇതെല്ലാം നോക്കി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും എന്തെങ്കിലും ഒരു കാര്യം ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഇറഗുലർ ആകുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മുടെ ശരീരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടാണ്. നമ്മളുടെ ശരീരം പ്രഗ്നൻ്റ് ആകാനായിട്ട് തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഫാറ്റ് എന്ന് പറയുന്നത്. കൊഴുപ്പ് അമിതമായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ളൊരു ശരീരമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ഒരു ശരീരം വെച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള അവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം നമ്മൾ കൺസീവ് ആകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിലുള്ള എക്സസ് ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. നമ്മുടെ ഉദരത്തിനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു തൊടയുടെ ഭാഗത്തുമൊക്കെ കൂടുതലായിട്ടും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. എല്ലാ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും അവരുടെ ഉയരത്തിനും അവരുടെ പ്രായത്തിനും അനുസരിച്ചിട്ടുള്ള ശരീരഭാരം മാത്രമേ പാടുള്ളൂ. അതിൽ നിന്നൊരു 2 കിലോയ്ക്ക് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഓവർ വെയിറ്റ് എന്നും അതുപോലെ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ അണ്ടർ വെയിറ്റ് എന്നുള്ളൊരു കാറ്റഗറിയിലുമാണ് പെടുത്താറ്. നമ്മൾ നമ്മുടെ ഉയരത്തിനനുസരിച്ചിട്ടുള്ളതും നമ്മുടെ ഏജിനനുസരിച്ചിട്ടുമുള്ളതുമല്ല വെയിറ്റ് എല്ലാം നമ്മളിൽ ഉള്ളതെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആ ഒരു വെയിറ്റ് താങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു വെയിറ്റ് നമ്മളിൽ ഉണ്ടായിട്ടുള്ളത് എക്സസ് ബെല്ലി ഫാറ്റും അതുപോലുള്ള ഫാറ്റ് കൂടുതലായിട്ട് അടഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് ആ ഒരു വെയിറ്റ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വെയിറ്റ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. നമുക്ക് മറ്റുള്ള അനന്തരഫലങ്ങളൊക്കെ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പലർക്കും ഫീൽ ചെയ്ത് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളിൽ അങ്ങനെ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ ഫാറ്റ് ഉള്ളത് കൊണ്ടാണ് പ്രഗ്നൻ്റ് ആകാത്തതെന്ന് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണയായിട്ടും ഈ ഒരു ഫാറ്റ് കൂടുതലായിട്ടും അടിഞ്ഞു കൂടുന്നത് നമ്മുടെ അരക്കെട്ടിന് ചുറ്റുമുള്ള ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അരക്കെട്ടിന് ചുറ്റുമുള്ള ഭാഗത്തും അതുപോലെ നമ്മുടെ കാലിൻ്റെ ഭാഗത്തുമൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ കൊഴുപ്പ് അങ്ങോട്ട് അടിഞ്ഞു കൂടുന്നത്. സാധാരണയായിട്ട് ഈ കൊഴുപ്പ് നമ്മളിൽ കൂടുതലായിട്ട് അടിഞ്ഞു കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അതായത് നമുക്കിപ്പോൾ ശ്വാസമുട്ടലുണ്ടാകും, കുറച്ചും കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് ബ്രീത്ത് ചെയ്യാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. നേരത്തെയൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നമ്മളിപ്പോൾ ചെറുപ്പ സമയത്ത് നമ്മളിപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കരധികം ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് ശ്വാസമുട്ടലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മളിപ്പോൾ കുറച്ചൊന്ന് ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഐഡിയൽ എന്ന് പറയേണ്ട ജസ്റ്റ് ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ കൂടി തന്നെ നമ്മൾ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കൺവെട്ടത്തും കൈവെട്ടത്തും ഒക്കെ നമുക്ക് കിട്ടുന്ന സമയമാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാ വീട്ടമ്മമാർക്കും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു സ്വിച്ചിന് അപ്പുറം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ കൂടുതൽ ദേഹം അനങ്ങിയിട്ടുള്ള ജോലികൾ നമ്മൾ ചെയ്യുന്നത് വളരെയധികം കുറവാണ് അല്ലേ. നമുക്കല്ലേ ചിന്തിച്ചാൽ മനസ്സിലാകും ദേഹം അനങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വളരെയധികം കുറവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കുറഞ്ഞു പോകും തോറും നമ്മുടെ ശരീരത്തിൽ ബെലി ഫാറ്റ് അതുപോലെ അല്ലെങ്കിൽ നമുക്ക് കൊഴുപ്പ് കൂടുതലായിട്ട് ഫാറ്റ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടാനായിട്ട് ഇത് കാരണമാകുന്നു. എക്സസ് ആയിട്ടുള്ള ഫാറ്റ് നമ്മൾ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങളുണ്ടാകും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്വാസം മുട്ടൽ നമുക്കുണ്ടാവുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക, നമ്മളിൽ കൂർക്കം വലി ഫോം ചെയ്യുക, ജോലി ചെയ്യാൻ പറ്റാത്തത്ര ക്ഷീണം നമുക്ക് ഉണ്ടാവുക, നമുക്ക് വിയർപ്പ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് നമ്മുടെ ശരീരം വിയർക്കുന്നതായിട്ട് തോന്നുക. ഇതെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ആ ഒരു ഓവർ വെയിറ്റ് മൂലവും അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് മൂലം നമുക്കുണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. നിങ്ങളിൽ വണ്ണം കൂടുതലായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങളും കൂടി നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വണ്ണം കൂടുന്നതിൻ്റെ ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് കാണിച്ചു തന്നു തുടങ്ങി എന്നാണ് കേട്ടോ. കൂടുതലായിട്ടും അമിതവണ്ണവും ഓവർ വെയ്റ്റും ആയിട്ടുള്ള സ്ത്രീകളിൽ ലെപ്റ്റിൻ എന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നു. ഇത് ശരീരത്തിലെ ഫാറ്റി ടിഷ്യൂസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. നമ്മളുടെ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ ഓട്ടോമാറ്റിക്കലി അഫക്റ്റ് ചെയ്യുന്നു. ഈ മെൻസ്ട്രൽ സൈക്കിളിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓവുലേഷൻ നടക്കുന്നത് കൃത്യമായിട്ട് ആകാതിരിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് പീരിയഡ്സ് ഉണ്ടാകുന്ന സമയത്ത് മറ്റു ചില അബ്നോർമാലിറ്റീസ് ഫീൽ ചെയ്യുന്നതിനും എക്സസ് ആയിട്ടുള്ള ഫ്ലോ ഉണ്ടാകുന്നതിനും ഇനി ചിലപ്പോൾ ചില സ്ത്രീകൾ ചില കേസിൽ ഉണ്ടാകുന്നത് അവരുടെ മെൻസ്ട്രൽ ഫ്ലോ തന്നെ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷനും ഈ ഒരു എക്സസ് വെയിറ്റ് ആയി നമുക്ക് ഉണ്ടാകുന്നത് കാരണമാക്കുന്നു. അതുമാത്രമല്ല നിങ്ങളുടെ ശരീരത്തിലെ അമിതഭാരം
റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും ഈ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിലെ സെക്സ് ഹോർമോൺസിനെയും അഫക്റ്റ് ചെയ്യുന്നു. അതായത് സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നതിനുള്ള ഒരു ആഗ്രഹം, ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതുമായിട്ടുള്ളൊരു കാര്യപ്രവർത്തനം നമ്മൾ നടക്കുന്നത് അവിടെ കുറയും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഇല്ലാതായി മാറുക, അല്ലെങ്കിൽ നമുക്ക് മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവുക, അതല്ലെങ്കിൽ നമുക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാതെ പോവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടായി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ലക്ഷണങ്ങളും അതുപോലെ നമ്മുടെ ശരീരത്തിന് അരക്കെട്ടിന് ചുറ്റുമുള്ള ഭാഗത്തും അതുപോലെ തന്നെ നമുക്ക് കുടവയറ് പോലെയുള്ള ഒരു അവസ്ഥയും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വെയിറ്റ് ലോസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരഭാരം കൃത്യമായിട്ടുള്ള രീതിക്ക് നമ്മൾ കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പട്ടിണി കിടന്ന് ശരീരഭാരം കുറയ്ക്കാനല്ല പറയുന്നത്, നമ്മൾ വെയിറ്റ് ലോസും അതുപോലെ ഡയറ്റും നല്ല രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമൂലം നമ്മുടെ ശരീരത്തിലെ അമിതഭാരം കുറയ്ക്കുന്നതിന് നമ്മളെ സഹായിക്കും. ഈ അമിതഭാരം നമ്മളിൽ കുറയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാരം കുറയുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിലെ ആ ഹോർമോണൽ ഇംബാലൻസസിനെ ഒന്ന് നോർമലാക്കി കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുന്നു. ഹോർമോൺസ് എല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ വെയിറ്റ് ഒന്ന് ലോസ് ആയി കഴിയുമ്പോൾ, വെയിറ്റ് ഒന്ന് റിഡ്യൂസ് ആയി കഴിയുമ്പോഴേക്കും ഹോർമോൺസ് എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളിൽ ഓവുലേഷൻ നടക്കുന്നതിനും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും അത് സഹായിക്കുന്നു. സാധാരണയായിട്ട് പലരും ചെയ്യുന്നൊരു കാര്യമാണ്, അവരുടെ ശരീരഭാരം കൂടുതലായിട്ടുണ്ടായിട്ടും എക്സസ് ആയിട്ടുള്ള ഫാറ്റൊക്കെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടും അവർ ചെയ്യുന്നൊരു കാര്യം ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പോകും. ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുമ്പോഴേക്കും നാച്ചുറലി നമ്മളോട് ഡോക്ടർ പറയും നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുക. അതിനുശേഷം ഡോക്ടർ പറയും നിങ്ങൾ ഈ മെഡിസിൻ ഒന്ന് കഴിച്ചോളൂ, ആ കഴിച്ചതിന് ശേഷം നമുക്കിനി അടുത്ത ഓവുലേഷൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട് മെഡിസിൻസ് എടുത്ത് തുടങ്ങാമെന്ന് പല ഡോക്ടേഴ്സും പറയുന്ന ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നുള്ളത്. ചില ഡോക്ടേഴ്സ് ഉണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളോട് പറയും നിങ്ങൾ വെയിറ്റ് കുറച്ചിട്ട് വാ, എന്നാലേ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാര്യമുള്ളൂ എന്ന് ഡോക്ടേഴ്സ് നമ്മളോട് വ്യക്തമായിട്ട് പറയുന്ന ഡോക്ടേഴ്സും ഉണ്ട് കേട്ടോ. എന്നാൽ അങ്ങനെ പറയാതെ നമ്മളൊരു കാര്യം എക്സസ് ആയിട്ടുള്ളൊരു വെയിറ്റ് നമ്മളിലുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രഗ്നൻ്റ് ആകാത്തതെങ്കിൽ ആ ഒരു കാര്യം ക്യൂർ ചെയ്യാതെ നിങ്ങൾ അതിന് പുറത്തോട്ട് അതിന് മേപ്പോട്ടായിട്ട് നിങ്ങൾ കൂടുതൽ മെഡിസിൻസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഭാവിയിൽ ഫീൽ ചെയ്യേണ്ടതായിട്ട് വരും. എക്സസ് ആയിട്ടുള്ള ഫാറ്റും അതുപോലെ അമിതമായിട്ടുള്ള വണ്ണവും കൊണ്ടൊരു സ്ത്രീ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ സമയം മൊത്തം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകും, അതുപോലെ നമ്മൾ ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ കുഞ്ഞിന് ഡിഫിക്കൽട്ടീസും ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടാവാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള ബോഡി ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ ഗ്രീൻ ടീ കുടിച്ചിട്ടോ, ഗ്രീൻ ടീ നിങ്ങൾക്ക് കുടിക്കാം, വെയിറ്റ് ലോസ് എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാം, കൃത്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങളുടെ വെയിറ്റ് ഒരു 2 കിലോ എങ്കിലും നിങ്ങൾ കുറച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അത് ഫെയിലിയർ ആയവരുടെ റേറ്റാണ് സക്സസ് ആയവരുടെ റേറ്റിനേക്കാളും അധികമായിട്ട് നിൽക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എന്താണോ നമുക്ക് ബുദ്ധിമുട്ടുള്ളത്, നമ്മുടെ ആക്ച്വൽ കോസ് എന്താണോ അത് കണ്ടുപിടിച്ച് അത് ക്യൂർ ചെയ്തിട്ട് നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് സക്സസ് ആയില്ലെങ്കിലും രണ്ടാമത്തതിൽ ഉറപ്പായിട്ട് നിങ്ങൾ സക്സസ് ആവുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്തതിന് ശേഷം പ്രഗ്നൻസി ട്രൈ ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.